ദിലീപ്, ഇതിനകത്ത് ഒരു കാര്യം, ഈ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടോ, നടക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. എനിക്കൊന്ന് ഇപ്പോഴും ഈ സാധാരണക്കാരായ ആളുകൾക്ക്, നമ്മുടെ പൊതുജനങ്ങൾക്ക് പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അറിയിക്കാനുള്ള ഒരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. സി വിജിൽ ആപ്പ് എന്നതാണ്. അതിലൂടെ നമുക്ക് പരാതികൾ, ഇപ്പോൾ ദൃശ്യങ്ങളാണെങ്കിൽ, ഇപ്പോൾ മദ്യ വിതരണമോ പണം വിതരണമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ എടുത്ത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. നടപടിയെടുക്കും. എനിക്ക് ഒരുപാട് പരാതികൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് അല്ലെ? ഇത് വളരെ കൃത്യതയോടുകൂടി നടപ്പാക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ശരി. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക്, ഞാൻ നേരത്തെ അസിതയോട് പറഞ്ഞ പോലെ, നമ്മൾ ഈ സ്ഥാനാർത്ഥി പട്ടിക വന്ന് ഉടനെ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ വളരെ ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ഇടതുമുന്നണിയാണ് യഥാർത്ഥത്തിൽ. അതിനകത്ത് അവർക്കൊരു മേൽക്കൈ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. 24 മണിക്കൂർ സമയമൊക്കെ വി ഡി സതീശൻ പറഞ്ഞെങ്കിൽ അത് 48ഉം 56ഉം ഒക്കെ നീണ്ടുപോകുന്നത് നമ്മൾ കണ്ടത് തന്നെ. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊരു മേൽക്കൈ ഇപ്പോൾ സംസ്ഥാനത്ത് ആർക്കാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതോ എല്ലാവരും ഒരുപോലെ തുല്യമായ താളത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണോ? ജി കെ, തുടക്കത്തിൽ ഇടതുമുന്നണി തന്നെയായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ റോഡ് ഷോയുമായി ഇറങ്ങാൻ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. CPIM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ, അതായത് അതെ, ആ വാർത്താ സമ്മേളനം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ റോഡ് ഷോകൾ വരുന്നത്. അങ്ങനെ ആകെ ചുവപ്പുമയമായിരുന്നു ആ ദിവസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തിയില്ല. അത് ആ സമയത്തൊക്കെ കോൺഗ്രസും അതുപോലെ തന്നെ UDF-ഉം ഒക്കെ ഈ കാര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊരു ധാരണയില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ മേൽക്കൈ, ഒരു മുൻതൂക്കം അത് LDF-നുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതേസമയത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഉറപ്പുള്ള ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആളുകൾ രംഗത്തിറങ്ങിയിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി പൂർണ്ണമായി വന്നതോടുകൂടി റോഡ് ഷോകളുമായി അവരും കളത്തിലിറങ്ങിയിട്ടുണ്ട്. NDAയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ കളത്തിലുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ തെരുവുകളാകെ റോഡ് ഷോകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഓരോ വൈകുന്നേരങ്ങളും. അതോടൊപ്പം തന്നെ ഓരോ മണ്ഡലത്തിലെയും പ്രമുഖരെ കാണാൻ സ്ഥാനാർത്ഥികൾ എത്തുന്നു, ആളുകളെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ കുറച്ച് സമയത്തിനുള്ളിൽ മുഴുവൻ ആളുകളിലേക്കും എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അത് പൂർത്തീകരിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി ദിലീപ്, ഈ കഴിഞ്ഞ തവണ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം, അതായത് ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് ഒരു മേൽക്കൈ കിട്ടിയപ്പോൾ, അവർ വിജയിച്ചു കയറിയപ്പോൾ, അന്ന് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനും വളരെ വേഗം തന്നെ പ്രചാരണം തുടങ്ങാനും ഒക്കെ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അത് വിജയത്തിനുള്ളൊരു കാരണം, പല കാരണങ്ങളിൽ ഒന്നായി VD സതീശൻ എന്ന് അവതരിപ്പിച്ചത് ഇതായിരുന്നു. പക്ഷേ ആ ഒരു ക്ലെയിം, അല്ലെങ്കിൽ അതൊരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണെങ്കിൽ അത് ഇത്തവണ UDF-ന് നഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ നേരത്തെ തീരുമാനിച്ചു, പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി വേഗം തന്നെ ആവേശത്തോടു കൂടി പ്രചാരണത്തിൽ ഇറങ്ങി എന്നത് വിജയം ഉറപ്പാക്കുന്ന ഒരു ഘടകമായി നമുക്ക് കാണാൻ കഴിയുമോ? ഗോപികൃഷ്ണൻ, അങ്ങനെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ നോക്കുമ്പോൾ, ഇപ്പോൾ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ആദ്യം അവർ കളം പിടിച്ചു എന്നൊക്കെ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാമെങ്കിലും അതിന് പിന്നാലെ ഒരുപക്ഷെ ദിവസങ്ങളോളം എടുത്ത് പിന്നീട് വളരെ വൈകി ഈ കളത്തിലേക്ക് സജീവമായി എത്തി പിന്നീട് കളം പിടിച്ച മുന്നണികളും സ്ഥാനാർത്ഥികളും പാർട്ടികളും ഒക്കെയുണ്ട്. അതുകൊണ്ട് ആദ്യം എത്തി കളം പിടിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ പ്രസക്തമായ ഒരു കാര്യം എന്ന് തോന്നുന്നില്ല. കാരണം അപ്പോഴും അവരുടെ മറ്റ് എതിരാളികളുടെ ആ പ്രവർത്തകർ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കളം അതിന് ഒരു സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞാൽ അതിന് സജ്ജമാക്കി, അതിന് പാകത്തിൽ അവർ താഴെത്തട്ടിൽ ആ പ്രവർത്തകർ നിലം ഒരുക്കിയിട്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി ഇങ്ങോട്ട് വരിക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അത് ഏറെക്കുറെ ഇപ്പോൾ UDF-ന്റെ കാര്യത്തിലായാൽ അവർ നേരത്തെ ഈ അവകാശവാദം ഗോപി പറഞ്ഞതുപോലെ അത് പറഞ്ഞിരുന്നതാണ്. ആ അവകാശവാദം നേതാക്കൾ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം കൂടി നേടിയപ്പോൾ 24 മണിക്കൂറിനകം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നൊക്കെ VD സതീശൻ പറഞ്ഞതാണ്. നമുക്കറിയാം, ആദ്യത്തെ 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ 72 മണിക്കൂർ സമയമാണ് എടുത്തത്. രണ്ടാം ഘട്ടത്തിൽ 35 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനെടുത്ത സമയം എന്ന് പറയുന്നത് 96 മണിക്കൂറാണ്. അപ്പോൾ ഇത്രയും സമയം ഈ ചർച്ചയൊക്കെ നടത്തി അവസാനം ഏതായാലും സ്ഥാനാർത്ഥികളെ കണ്ടെത്തി. മത്സര രംഗത്ത് UDF-ഉം സജീവമായി, NDA സജീവമായി, LDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അതിൽ ശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് LDF പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കളം പിടിക്കുക എന്നുള്ളതല്ല, ജനമനസ്സ് കീഴടക്കുക എന്നതാണ്. അസിത, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴൊക്കെ പിന്നെ വളരെ പെട്ടെന്ന് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിൽ ആശയക്കുഴപ്പം ഒരു വലിയ പ്രശ്നമായി തന്നെ നമ്മൾ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ന് AK ആന്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രതികരണമുണ്ട്. അതായത്
ഇപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കാരണം 2001 അന്ന് ദിലീപ് നമ്മുടെ ചർച്ചയിൽ അത് പറഞ്ഞാണ്. 2001 ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് പ്രചാരണം തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 3 മാറ്റി. അന്ന് UDF 99 സീറ്റ് കിട്ടി. അന്ന് കോൺഗ്രസിന് അദ്ദേഹം പറഞ്ഞത് 62 സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ നേരത്തെ ഇറങ്ങുക, കളം പിടിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു ആലങ്കാരികമായി പറയാം എന്നതിനപ്പുറത്ത് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? മുന്നണികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ അണികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം അത് ഉണ്ടാക്കുമെന്നതിനപ്പുറം അതിൽ വലിയ കാര്യമില്ല എന്നുള്ളതാണ് മുൻ അനുഭവങ്ങൾ. ഏറ്റവും ചെറിയൊരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടെന്നല്ലേ? അതെ, നമ്മുടെ മുന്നിലുള്ള മുൻ അനുഭവം അതാണ്. മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയാണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അതും 2019 ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഓർമ്മയില്ലേ? ഇതിലും മികച്ചൊരു സ്ഥാനാർത്ഥി പട്ടിക ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് വെക്കാനാകുമെന്ന് സംശയം തോന്നിയ ഒരു ലിസ്റ്റാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ കോൺഗ്രസിലും UDF ആശയക്കുഴപ്പം ഉണ്ടായി എന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെയാണ് അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആദ്യം കളം പിടിച്ച ഇടതുമുന്നണിക്ക് അത്ര മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും ഒട്ടും ശോഭിക്കാൻ കഴിയാതെ പോയൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ ആദ്യം തന്നെ പ്രഖ്യാപിക്കാനായി പൊതുവിൽ ശ്രമിക്കാറുണ്ട്, അവർക്കതിന് സാധിക്കാറുമുണ്ട്. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അത് അത്ര കണ്ട് സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചു എന്നുള്ളത് ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള തോന്നുന്നത്. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നതല്ല, ആരാണ് സ്ഥാനാർത്ഥി, പിന്നെ ആ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, പിന്നെ പൊതുവായിട്ടുള്ള ഇപ്പോൾ സർക്കാർ വിരുദ്ധ വികാരമോ അല്ലെങ്കിൽ സർക്കാർ അനുകൂല വികാരമോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതുമായ പ്രശ്നങ്ങളിലൊക്കെ എങ്ങനെ വോട്ട് ചെയ്യണം എന്ന കാര്യമൊക്കെ ജനം തീരുമാനിക്കുന്ന അങ്ങനെ കൂടിയാണ്. തനേഷിന് എന്തെങ്കിലും എതിരഭിപ്രായം? അതിനകത്ത് ഒരുപാട് ദിവസങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതൊരു ഘടകം. അപ്പം ഈ അണികൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് വലുതായിരിക്കും. ആദ്യം തന്നെ ചുവപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം കാണുമ്പോൾ സ്വാഭാവികമായും LDF പ്രവർത്തകർക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം കുറയ്ക്കാൻ പിന്നീട് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 15 ദിവസം മാത്രമാണ് പരസ്യ പ്രചരണത്തിന് കിട്ടുന്നത്. അപ്പോൾ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനിടയിൽ ഒരു ചെറിയ മുൻതൂക്കം അത് LDF കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് അതിശയോക്തി എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ അത് നേരത്തെ നിങ്ങളൊക്കെ ഈ സഹ പാനലിസ്റ്റുകളെല്ലാം പറഞ്ഞതുപോലെ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആരാണ് എതിരാളി എന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചപ്പോൾ ഇവിടെ BJP ആണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറഞ്ഞതും അന്നത് വലിയ വിവാദമായതും അതിനകത്തുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടെന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഒരു ത്രികോണ മത്സരം ഉണ്ടോ? ഇപ്പോൾ NDA കരുതുന്നത് പോലെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്നൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് മാറ്റം കൊണ്ടുവരും, നിങ്ങൾ മാധ്യമപ്രവർത്തകർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ ആ മാറ്റം എങ്ങനെയായിരിക്കും എന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഗുരുതരമായ ആരോപണം, നേരത്തെ തനേഷ് പറഞ്ഞ പോലെ നിരന്തരം ആവർത്തിക്കപ്പെട്ട ഒരു ആരോപണമാണ് ഈ കൂട്ടുകെട്ട് ആരൊക്കെ തമ്മിലാണെന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.